അപ്പോൾ കാഹുന പിയറിംഗ് കഴിഞ്ഞ ശേഷം അത് ഇറങ്ങി ഹിറ്റായി നിൽക്കുന്ന ഒരു സമയത്താണ് കബി ഖുഷി കബി ഗമ്മിന്റെ ഷൂട്ടിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഷാറൂഖ് ഖാൻ്റെ ഓൾറെഡി കുറച്ച് സിനിമകൾ പരാജയപ്പെട്ട് നിൽക്കുന്നു, ഋത്തിക് സ്റ്റാറായി നിൽക്കുന്നു. അപ്പോൾ അവിടെ തന്നെ ആളുകൾ ഈ പറഞ്ഞ മാഗസീൻസിലൊക്കെ ഷാറൂഖിനെ ഋത്തിക്കിനെ തമ്മിലുള്ള ഒരു കമ്പാരിസണും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഋത്തിക് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഉദയ് ചോപ്ര ഋത്തിക്കിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഉദയ് ചോപ്ര ഈ പറഞ്ഞ പോലെ തന്നെ ഇവരെ ഭയങ്കരമായിട്ട് ഋത്തിക്കിനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ആളായിരുന്നു, ഭയങ്കര ഒരു ധൈര്യം കൊടുത്തിരുന്ന ഒരാളായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം കുറേ സിനിമകൾ, ഈ മുജേ ദോസ്തി കരേഗ, പിന്നെ യാദേൻ, മിഷൻ കാശ്മീർ, അതിൽ പരാജയവും വിജയങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ ഈ പറഞ്ഞ കഹോനിയ പേരഹെ പോലൊരു ബ്ലോക്ക് പോസ്റ്റർ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ തന്നെയാണ് ഈ കോയി മിൽ ഗയ എന്ന് പറയുന്ന ഒരു സിനിമ. അത് ഋത്തിക് എന്ന് പറയുന്ന ഒരു നടനെ, അന്നും ഋത്തിക്കിന് ഈ ബോഡിയുള്ളൂ, ഒരു മാസ് ചെയ്യാൻ പറ്റും, ഋത്തിക്കിന് ഉള്ളിലൊരു നടനില്ല എന്നൊക്കെ പല ക്രിട്ടിക്സ് പറഞ്ഞു കൊടുത്ത ഋത്തിക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്ത സിനിമയിൽ നിന്ന് കോയി മിൽ ഗയ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് നമുക്കറിയാം കൃഷ് എന്ന് പറയുന്ന ഒരു സിനിമ, അത് കഴിഞ്ഞിട്ട് കുറേ സിനിമകൾ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജോധ അക്ബർ എന്ന് പറഞ്ഞുള്ള സിനിമയൊക്കെ അന്ന് ഋത്തിക് തന്നെയായിരുന്നു അന്ന് മനസ്സിൽ, അത് ഋത്തിക്കിനെ തന്നെ മനസ്സിൽ കണ്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്.